കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചെരിഞ്ഞു. 4 മാസമായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ആനപ്രേമികളുടെയിൽ ഒരുപാട് ആരാധകരുള്ള ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. അഴകിന്റെ മഴവിൽ കാവടിയൊക്കെ തന്നെയാണ് ഈ ആരാധകർക്കിടയിൽ ഈ ആനയെ വിശേഷിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഈരാറ്റുപേട്ട അയ്യപ്പൻ ആന എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ ആവേശത്തോടു കൂടി ആനപ്രേമികൾ എത്തുന്ന കാഴ്ചയൊക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു സങ്കടത്തിന്റെ വാർത്ത തന്നെയാണ് ഈരാറ്റുപേട്ട അയ്യപ്പന്റെ ചെരിഞ്ഞ വാർത്ത. ഏതായാലും ഇന്ന് രാവിലെയാണ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി പലതരത്തിൽ ഉള്ള അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 4 മാസം മുമ്പ് കൊല്ലത്ത്, ചടയമംഗലത്ത് വെച്ചും തൃശ്ശൂരിലും ചേർത്തലയിലും വെച്ചും ഈരാറ്റുപേട്ട അയ്യപ്പൻ കുഴഞ്ഞു വീണിരുന്നു. പിന്നീട് പലതവണയായി സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആനയ്ക്ക് ഉണ്ടായിരുന്നു. 1977 ഡിസംബറിലാണ് കൊടനാടത്ത് സമീപത്ത് നിന്ന് ഈ ആനയെ കിട്ടുന്നത്. പിന്നീട് പല ആളുകളുടെ ഉടമസ്ഥാവകാശമൊക്കെ തന്നെ കൈമാറി. ഏറ്റവും ഒടുവിൽ ഈരാറ്റുപേട്ടയിലെ ഒരു വീട്ടിലെ ഒരാളുടെ ഉടമസ്ഥയിലാണ് ഈ ആന ഉണ്ടായിരുന്നത്. അവസാന സമയം വരെയും പൂരപ്രേമികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആരാധകരും ഒക്കെ അത്തരത്തിലുള്ള സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും വലിയ സങ്കടത്തോടു കൂടി ആനപ്രേമികൾ ഈ വാർത്തയെ കാണുകയാണ്. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ആനയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും ആനയുടെ പഴയ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത്ര വേഗത്തിൽ തന്നെ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു ആരാധകരുള്ള ഒരു സൂചന തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വലിയ സങ്കടത്തോടുകൂടിയാണ് ആനപ്രേമികൾ ഈ വാർത്തയെ കാണുന്നത്.